ഭഗവാൻ ശിവൻ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആദ്യം വന്ന സ്ഥലം എവിടെയാണ്? ഉത്തരകോശമംഗ ക്ഷേത്രം. അതെവിടെയാ? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. നമ്മൾ രാമേശ്വരം പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് 2 വിശേഷപ്പെട്ട അമ്പലങ്ങളുണ്ട്. ഒന്ന് ഉത്തരകോശമംഗ ക്ഷേത്രമുണ്ട്, 2 പുല്ലാനി ക്ഷേത്രമുണ്ട്. ഈ ശ്രീരാമൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടുത്തെ പുല്ലെടുത്ത് തലയണയാക്കി കിടന്നിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. പുല്ലാനി. ഉത്തരകോശം അത് എവിടെയായിട്ടാണ്? 15-20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എവിടെ? രാമേശ്വരത്ത്. രാമേശ്വരത്തിനടുത്താണ് രണ്ടും. അതെ. അപ്പോൾ ഇത് 2 സാധാരണ ആൾക്കാർ പോവാത്ത ക്ഷേത്രങ്ങളാണ്. പക്ഷേ ഈ ഉത്തരകോശമംഗ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ പേരിൽ വന്നിട്ടുള്ള ആദ്യത്തെ ക്ഷേത്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ. അതെ. അത് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വന്നതിന് ശേഷം ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ. അതെങ്ങനെ പറയാൻ പറ്റും ഇന്ത്യയിലെ ആദ്യത്തെ ആണെന്ന്, ഭാരതത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണെന്ന്? ഇതിന്റെ പഴക്കം, ഒന്ന് ക്ഷേത്രത്തിന്റെ പഴക്കം കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം. അങ്ങനെയാണ് വിശ്വാസം. നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ടോ? നന്നായി പരിപാലിക്കപ്പെടും. നമുക്ക് പലർക്കും അറിയില്ല നമ്മുടെ ചുറ്റുമുള്ള പല ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം എന്താണെന്നുള്ള അറിയില്ല. കാരണം പതുക്കെ നമ്മൾ അതിലേക്ക് വരുന്നേ ഉള്ളൂ. കാരണം കാലങ്ങളായിട്ട് നമ്മൾ ഇതിനോടൊക്കെ ഒരു വൈമുഖ്യം ഇപ്പോഴാണ് നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങിയത്. അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയാം, നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ അറിവുകൾ എന്തായിരുന്നു തിരിച്ചറിയാവുന്നൊരു പ്രത്യേകത നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുതിയ തലമുറ പോലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഒരു 15 വർഷം മുമ്പ് ഞാൻ കാശിയിൽ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ കാണുന്ന ക്രൗഡ്, അവിടെ നിൽക്കുന്ന ആരതി കാണാൻ നിൽക്കുന്ന എല്ലാം പ്രായമായ ആൾക്കാരാണ്. കാശിയിൽ പോവാന്ന് പറയുന്നത് തന്നെ നേരത്തെ ഈ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, പ്രായമായ ആൾക്കാർ പോവാന്നുള്ളൊരു സങ്കല്പമാണ്. നമ്മുടെ സാധു ആനന്ദവനം ഭാരതി ഉണ്ടല്ലോ, മഹാമണ്ഡലേശ്വർ, അദ്ദേഹം എപ്പോഴും പറയും കാശിയിലോട്ട് വാ, എല്ലാ സൗകര്യവും ഉണ്ട്, മണികർണിക ഉൾപ്പെടെ എല്ലാം ഉണ്ട്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ മണികർണിക എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ട്. മഹാശ്മശാനമാണ്. അതെ, മഹാശ്മശാനമാണ്. അപ്പോൾ ഈ കാശിയിൽ നമ്മളൊരു കാലത്ത് പ്രായമായ ആൾക്കാരെ കണ്ടിരുന്നത്. ഇന്ന് വൈകുന്നേരങ്ങളിൽ കാശിയിൽ നടക്കുന്ന ആരതി ഒന്ന് കാണാൻ പോകും. അവിടെയുള്ള ക്രൗഡിൽ 90% യുവാക്കളാണ്, മില്ലേനിയം, ചെറുപ്പക്കാർ, 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല അവർ പലരും ഈ കാലഭൈരവന്റെയും ശിവന്റെയും ഒക്കെ വസ്ത്രങ്ങളും അവർ ചെറുപ്പത്തിനെന്ന് പറഞ്ഞ ഫാഷൻ എപ്പോഴും ഒപ്പം നിൽക്കുന്നതാണല്ലോ. ആ രീതിയിലുള്ള പുതിയ തലമുറ നമ്മുടെ സംസ്കൃതിയിലേക്ക് തിരിച്ചു വരും. ഞാൻ മുമ്പൊരിക്കലും നമ്മുടെ LMRK രജിത്ജിയുടെ ഒരു പഴനിയിലെ പരിപാടി പങ്കെടുത്തു. അപ്പോൾ ഞാൻ മിക്കവാറും അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ സംസാരിക്കാൻ ആ പോഡിയത്തിൽ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഇരിക്കുന്ന 10,000 ആളുകളിൽ ഒരു 60% ചെറുപ്പക്കാർ. ഞാൻ പറഞ്ഞു, അതിനകത്ത് എൻ്റെ സുഹൃത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ടാണ്, IT കമ്പനി നടത്തുന്ന ദിവ്യ, ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന അരുൺ, ക്വാണ്ടം ഫിസിക്സ് ഭഗവാൻ മുരുകന് വേണ്ടി വന്നിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളൊക്കെ കള്ളം പറയുകയാണ്, ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്നവരും IT സ്ഥാപനം നടത്തുന്നവരും ഭഗവാന് വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. കാരണം ക്വാണ്ടം ഫിസിക്സ് പോലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻസിലേക്ക് എത്തുന്നവർ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സയൻസ് ടെമ്പർ എന്നൊക്കെ പറയുന്നവർ നിൽക്കുന്ന സയൻസ് എന്ന് പറഞ്ഞാൽ 90കളുടെ സയൻസാണ്. അതിനപ്പുറത്തേക്ക് അത് വളർന്നിട്ടില്ല. ക്വാണ്ടം ഫിസിക്സിലേക്കൊക്കെ കടന്നു. ഇപ്പോൾ CERTയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നടരാജൻ്റെ വിഗ്രഹമാണ്. അതായത് കിരണങ്ങളെ പറ്റി അല്ലെങ്കിൽ കണങ്ങളെ പറ്റി പഠിക്കുമ്പോഴാണ് ശിവന്റെ പ്രപഞ്ച നടനം എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്ന്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അർത്ഥവ്യാപ്തി എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും മോഡേൺ സയൻസ് എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. ആ ക്വാണ്ടം സയൻസ് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന ആൾക്ക് ഭഗവാനെ കുറിച്ച് ചിന്തയുണ്ട്, ഭഗവാൻ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ട് ഭഗവാന് വേണ്ടി നമ്മൾ വേദാന്തത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പലതും ഇന്ന് അവർ എത്തിപ്പെടുന്ന മേഖലയിലായിട്ടുള്ളൂ. അവർ ഇതിലേക്ക് എത്തുകയാണ്, പതുക്കെ എത്തിച്ചേരുകയാണ്. ആ എത്തിച്ചേരുന്നതിൻ്റെ ഭാഗമാണ് ഈ എല്ലാ അന്വേഷണങ്ങളും. ഇപ്പോൾ കുംഭമേളയെ പറ്റി പറഞ്ഞത് സൂചിപ്പിച്ചല്ലോ. കുംഭമേളയിൽ ഞാൻ പല കുംഭമേളയിലും പങ്കെടുത്തു. 2010 മുതലുള്ള കുംഭമേളയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണത്തെ കുംഭമേളയിൽ, മഹാകുംഭമേളയിൽ നമ്മൾ അവിടുത്തെ ജനക്കൂട്ടത്തെ നോക്കൂ. 60 കോടി പേര് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ 40 കോടിയും ചെറുപ്പക്കാരാണ്. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ, എൻ്റെ 8ലും 10ലും പഠിക്കുന്ന 2 കുട്ടികളെ കൊണ്ട് ഞാൻ കുംഭമേളയ്ക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലെ പ്രതീക്ഷ ഇവർ ബോംബെയിൽ ജനിച്ചു വന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ പോയിട്ട് ആറും ബോറായി പോവും എന്ന് പറയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാനൊപ്പമല്ല കൊണ്ടുപോകുന്നത് അവരെ. ഞാൻ പല ടീമുകളെയും കൊണ്ട് കുംഭമേളയിൽ തന്നെയാണ് സ്ഥിരമായിട്ട് 12-13 ദിവസം അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ ഒറ്റയ്ക്ക് ബോംബെയിൽ നിന്ന് അങ്ങോട്ട് കയറ്റി കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ പരിപാടി കഴിഞ്ഞ് അവരെ തിരിച്ചു വിടുകയാണ്. അപ്പോഴേക്കും വേറെ ടീം വരും, അവരെയും കൊണ്ട് ഞാൻ കുംഭമേളയ്ക്ക് പോവാണ്. ഇങ്ങനെ പോകുന്ന സ്ഥലം ഞാൻ പ്രതീക്ഷിച്ചത് ഇവർ എന്നോട് ചിലപ്പോൾ പറയുക, എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, മോശമായി, ഞങ്ങൾക്ക് ബോറടിച്ചു. പക്ഷെ ഞാൻ കണ്ടത് എന്നേക്കാൾ ആവേശത്തിൽ
ആ കുംഭമേളയുടെ എല്ലാ അർത്ഥവും അവര് ആ കുംഭമേളയിലേക്കാണ്ട് അലിഞ്ഞു ചേരുകയാണ് ചെയ്തത്. എത്രയോ മനോഹരമായിട്ടാണ്. പിന്നെ പുലർച്ചെ 2 മണിക്കൊക്കെ എഴുന്നിട്ട് ഉറക്കമില്ലാതെ 12 മണിക്ക് വന്ന് കിടന്ന് 2 മണിക്ക് എഴുന്നിട്ട് നമ്മൾ കാശി വിശ്വനാഥനെ തൊഴാൻ പോകുമ്പോൾ ഈ പിള്ളേർ മുന്നിൽ നിൽക്കുകയാണ്. അവര് അവിടെ പോയിട്ട് വിളിക്കുന്ന വിളി, അവര് ഭഗവാനെ വിളിക്കുന്ന വിളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രജുഡിസ്ഡ് മൈൻഡാണ് വിചാരിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാവുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ എവിടെ പോയാലും ഏത് ക്ഷേത്രങ്ങൾ പോയാലും ഇപ്പോൾ കേദാർനാഥ് പോയിക്കോളും, യുവത്വം ചിലപ്പോൾ റീലൊക്കെ എടുത്തുനിന്ന് വരും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്, അതൊന്നും പ്രശ്നമില്ല. റീൽ എടുക്കും, സെൽഫി എടുക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഇതിന്റെ അന്തരാർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടുവരുന്ന അവർ ഭഗവാനെ വിട്ടുകൊടുക്കത്തുമില്ല, ഭഗവാനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കൂല. അതാണ് യുവത്വം ഏറ്റെടുത്താൽ, യുവത്വം ഈ ചിന്താധാരകളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാരത മണ്ണിൽ ഒരു റിവൈവൽ വരാൻ അതാണ് അതിന്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു, അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. സംശയാലുക്കളുടെ ജനറേഷൻ നമ്മുടെ ആയിരുന്നു. യുക്തിബോധം എന്ന് പറയുന്ന നടന്നിരുന്ന ആൾക്കാരൊക്കെ നമ്മളായിരുന്നു. നമ്മളിൽ നിന്നൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് പുതിയ തലമുറ. അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ടിബറ്റിലെ കൈലാസത്തെ കുറിച്ച് പറഞ്ഞു. ഇനി മറ്റ് 4 കൈലാസങ്ങളെ കുറിച്ച് ഹ്രസ്വമായിട്ടൊന്ന് പറഞ്ഞു. 3 കൈലാസങ്ങളുള്ളത് ഹിമാചലിലാണ്. ദേവഭൂമി എന്ന് വിളിക്കുന്ന ഹിമാചലിലാണ്. ഇത് ഉത്തരാഖണ്ഡിനെയും ദേവഭൂമി എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഹിമാചലും ദേവഭൂമി തന്നെയാണ്. 3 കൈലാസങ്ങൾ ഹിമാചലാണ്. അതിൽ ഹിമാചൽ ഒരു കിന്നർ എന്ന് പറഞ്ഞ ജില്ലയുണ്ട് അല്ലേ? അത് കിന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ കിന്നരന്മാർ എന്ന് പറയുന്നത് ഈ കിന്നർ എന്നുള്ള ആളുകളെ ആയിരിക്കണം. അതെ, ഈ കിന്നരന്മാർ അവിടെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടെയാണ് നമ്മൾ സനാതന ധർമ്മവും ഈ പറയുന്ന കിന്നരന്മാരുടെ സംസ്കാരവും തമ്മിൽ വളരെയധികം യോജിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ ചാർധാം യാത്രയ്ക്ക് പോകുന്ന ഉത്തര കാശി എന്ന് പറയുന്ന സ്ഥലത്തെ കാശി വിശ്വനാഥ ക്ഷേത്രമുണ്ട്. നമ്മൾ കാശി വിശ്വനാഥ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ കാശിയാണ് ആലോചിക്കുന്നത്. ഉത്തരകാശിയിലും ഉണ്ട്. ഈ ഉത്തരകാശി കാശി വിശ്വനാഥ ദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പുരയ്ക്ക് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു തൃശൂലാണ്. ദേവി പാർവതി ദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു തൃശൂലാണ്. ചുരുങ്ങിയത് ഒരു 60 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു തൃശൂലാണ്. അത് ശരി, ഉത്തരകാശിയിൽ. അത്രയും വലിയൊരു തൃശൂലത്തിനെയാണ് വെച്ചിരിക്കുന്നത്. ആ തൃശൂലത്തിന്റെ മുകളിലുള്ളത് മുഴുവൻ ടിബറ്റൻ ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഈ കിന്നരന്മാരെന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നത്തെ ടിബറ്റിൽ അധിവസിച്ചിരുന്ന ആൾക്കാരായിരിക്കണം. ആ മലയോര പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ സംസ്കാരമായിരിക്കും. അവിടെ തന്നെയാണ് ഈ കിന്നർ കൈലാസം എന്ന് പറയുന്ന. പക്ഷെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. തീർച്ചയായും അവർ അവിടെയുള്ളവർക്ക് വളരെ സൗന്ദര്യമുള്ള മാത്രമല്ല മനസ്സിന്റെ സൗന്ദര്യം. ഞാൻ ഹിമാചലിൽ ഒരുപാട് യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ ഹിമാചൽ യാത്രയിൽ വെച്ചിട്ട് ഞങ്ങളുടെ 3 ബാഗ് യാത്രാ സംഘത്തിന്റെ 3 ബാഗ് മോഷണം പോയി. അപ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതാൻ കൊടുത്തപ്പോൾ പോലീസ് ആദ്യമേ തന്നെ എൻ്റെ പരാതി കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഹിമാചൽ എന്നുള്ള ഒരാളും ഒരു ബാഗും മോഷ്ടിക്കില്ല. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പറയുന്നത്. ഒരിക്കലും എടുക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ കംപ്ലൈന്റ് തന്നോളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെയും പേരിൽ കംപ്ലൈന്റ് ഇല്ല. ഇൻ കേസ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ബാഗ് കിട്ടി അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവന്ന വണ്ടി ലഗേജ് കൊണ്ടുവന്ന ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഏത് ഈശ്വരന്റെ മുമ്പിലും എന്ന് പ്രതിജ്ഞ ചെയ്യാം, ഞാൻ എടുത്തിട്ടില്ല. ഇതാണ് മെത്തേഡ്. അപ്പം ഞാൻ ഒരാളുടെ പേര് കംപ്ലൈൻറ്റ് കൊടുത്തില്ല. കാരണം ആ പറയുന്നതിൻ്റെ ആത്മാർത്ഥമില്ല. ഞാൻ പറഞ്ഞു ബാഗ് നഷ്ടപ്പെട്ടു പറഞ്ഞു. ഇത് ഞങ്ങൾ ഇറങ്ങിയ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ചെക്കൗട്ട് ആയ ഒരു ടീം തെറ്റി ഇത് എടുത്ത് കൊണ്ടുപോയതാണ്. ദില്ലി എയർപോർട്ടിൽ നിന്ന് അവർ നമ്മുടെ ബാഗിലൊക്കെ ടാഗ് ഉണ്ടാവാറുണ്ട്. അവിടുന്ന് വിളിച്ച് ആ ബാഗ് തിരിച്ചെടുത്തു. അപ്പോൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ഹിമാചൽ പ്രദേശിലെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യമുള്ള ഒരു ആന്തരിക സൗന്ദര്യം. നമ്മളൊരു യാത്രികനാണ്, ശിവനെ അന്വേഷിച്ച് വന്നിട്ടുള്ളതാണെങ്കിൽ എന്ത് സഹായം നമുക്ക് ആവശ്യമുണ്ടോ? പാതിരാത്രി 2 മണിക്ക് നമുക്ക് വേണ്ടി ഹോട്ടൽ തുറന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. നമ്മൾ മല ഇറങ്ങി വരുന്നതാണ്, കിന്നർ കൈലാസം ഇറങ്ങി വരികയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരുമ്പോൾ അവര് ആ രാത്രി കിന്നർ കൈലാസ്, പിന്നെ ഏതൊക്കെയാണ് അവിടെയുള്ള ശ്രീകണ്ഠ് കൈലാസ്, ശ്രീകണ്ഠ്, മണിമഹേഷ് കൈലാസ്. അല്ലെ ഈ 3 കൈലാസങ്ങളാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ടിബറ്റിലെ കൈലാസം അല്ലാതെ വേറെ കൈലാസങ്ങൾ ഉണ്ടായത്? അത് ശിവൻ ഓരോ സന്ദർഭങ്ങളിൽ താമസിച്ച പ്രദേശങ്ങളായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഷിക്കി പാർക്ക് എന്നാണ് കിന്നർ കൈലാസിലേക്ക് പോകുന്ന ആദ്യത്തെ ക്യാമ്പ്. ഇപ്പോൾ അത് ഗണേഷ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആഷിക്കി പാർക്ക് പാർവതിമാരുടെ പ്രണയം നടന്ന സ്ഥലമാണ് ആഷിക്കി പാർക്ക്. ശിവൻ എല്ലാ വർഷവും ദേവങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്ന ഒരു സ്ഥലമാണ് ഈ കിന്നർ കൈലാസം. അങ്ങനെ ശിവൻ ആ പർപ്പസിന് വേണ്ടി വന്ന് താമസിച്ചിരുന്ന പ്രദേശമായതുകൊണ്ടാണ് അത് കൈലാസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പാർവതിയുമായിട്ടുള്ള പ്രണയം തളിരിടുന്നത് അല്ലെങ്കിൽ പാർവതി ശിവന്റെ പിന്നാലെ നടക്കുന്ന സമയത്തുള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് ഞാൻ ആഷിക്കി പാർക്ക് എന്നാണ് പറഞ്ഞത്. ആഷിക്കി എന്ന് പറഞ്ഞാൽ പ്രണയം എന്നുള്ളതാണ് ഹിന്ദിയാൾക്ക്. പാർക്ക് എന്നാണ് അവിടേക്കുള്ള പ്രധാനപ്പെട്ട ക്യാമ്പ് അറിയപ്പെടുന്നത്. ഇനി ഭസ്മാസുരന് വരം കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ആ സമയത്ത് ശിവൻ താമസിച്ച സ്ഥലമാണ് ശ്രീകണ്ഠ് കൈലാസം. മണിമഹേഷ് കൈലാസ് എന്ന് പറയുന്നത് അമർനാഥിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക്
അമർനാഥ് കഴിഞ്ഞിട്ടാണ് മണിമഹേഷ് കൈലാസത്തിലെ തീർത്ഥാടന കാലം ആരംഭിക്കുന്നത്. അമർനാഥിൽ നിന്ന് ഇറങ്ങി വരുന്നവർ കൈലാസത്തിൽ പോകുന്നതിന് മുമ്പ് ശിവനും പാർവതിയും താമസിച്ച സ്ഥലമാണ് മണിമഹേഷ് കൈലാസം. അപ്പോൾ ശിവൻ താമസിച്ച സ്ഥലങ്ങളാണ് കൈലാസം. നമ്മൾ പറയലോ ഇപ്പോൾ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു പറയും, സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ശിവൻ താമസിക്കുന്ന സ്ഥലമാണ് കൈലാസം. അപ്പോൾ ശിവൻ നിത്യമായി താമസിക്കുന്ന സ്ഥലം ടിബറ്റിലാണെങ്കിൽ പോലും പല സന്ദർഭങ്ങളിൽ വന്ന് താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ അമർനാഥിലെ കഥ നമുക്കറിയാം. ശേഷനാഗത്തിനെ ഉപേക്ഷിച്ചു, അത് കഴിഞ്ഞ് സ്വന്തം എല്ലാ ആടയാഭരണങ്ങളും എല്ലാ ശിവഭൂതഗണങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് പാർവതിയെ മാത്രം കൊണ്ട് അമർനാഥിലെ ഗുഹയുടെ ഉള്ളിൽ പോകുന്നതും ജനിമൃതിയുടെ രഹസ്യം പറയുന്നു. അപ്പോൾ അത് കേട്ട 2 പ്രാവുകൾ പിന്നീട് അമരരായി മാറിയെന്നും ഇന്നും അവിടെ പോകുമ്പോൾ നമ്മൾ ആ പ്രാവുകളെ കാണാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 പ്രാവുകളെ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അവിടെ വന്നിരുന്ന് താമസിച്ചത് കൊണ്ടാണ് അമർനാഥിനെയും കൈലാസം എന്ന് പറയുന്നത്. 6ാമത്തെ. പക്ഷേ ഈ പഞ്ചകൈലാസ യാത്രകളിൽ ശാരീരികമായി ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 യാത്രയാണ് ശ്രീകണ്ഠും കിന്നറും. ഏറ്റവും ദുർഘടമാണ്. ഏറ്റവും ദുർഘടം എന്ന് പറയുന്നത് കിന്നർ കൈലാസമാണ് ഏഷ്യയിലെ 2ാമത്തെ ടഫസ്റ്റ് ട്രക്ക് എന്നറിയപ്പെടുന്നത്. അതിൽ കിന്നർ ജില്ലയിലെ അധികാരികളുടെ കണക്കനുസരിച്ചിട്ട് 21,500 അടി ഉയരമാണ് ഈ പറയുന്ന കിന്നർ കൈലാസ പരിക്രമണത്തിന് വേണ്ടി വരും. അതിൽ ഞാനീ പറഞ്ഞ ഗണേഷ് പാർക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ദൂരങ്ങളിൽ നമുക്ക് മണ്ണ് എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ കിട്ടില്ല. മുഴുവൻ പാറയാണ്. വലിയ വലിയ ബോൾഡേഴ്സ്, വലിയ ഉണ്ടപ്പാറകൾ. അതിൻ്റെ മുകളിൽ കൂടെ ചാടി കൊണ്ട് വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. മുകളിൽ ചെന്നാലോ 2000 അടിയെങ്കിലും താഴ്ചയുള്ള ഒരു കുത്തനായ മലയുടെ സൈഡിൽ കൂടെ ഒരു ചെറിയ 3 അടി വഴി കൂടെ നടന്നിട്ട് വേണം ഇരിക്കുന്ന കൈലാസത്തിന്റെ. നടന്നു പോലും ബുദ്ധിമുട്ടാണ്. 2 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നിലയ്ക്ക് ഇരുന്ന് മുട്ടുകുത്തിയിട്ടായിരിക്കും പോവുക. കാരണം നല്ല ശക്തമായ കാറ്റുണ്ട് അവിടെ. ഒരു സൈഡിൽ വളരെ ചെങ്കുത്തായിട്ടുള്ള അഗാധമായ പാറ. പക്ഷെ അവിടേക്ക് പോകാനുള്ളൊരു വിളി നമുക്ക് താങ്ങാൻ പറ്റില്ല, നമുക്ക് തടുക്കാൻ പറ്റില്ല. അത്രയും രീതിയിൽ നമ്മളവിടെ പോകുമ്പോൾ കാറ്റുള്ളത് കൊണ്ട് നമുക്കവിടെ നടക്കാൻ ഭയമായിരിക്കും. നമ്മൾ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കും. ഒരു 90 അടി ഉയരത്തിലെങ്കിലും നിൽക്കുന്ന ഒരു കുത്തനായിട്ടുള്ളൊരു പാറയാണ് അവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ. ഈ യാത്ര വളരെ ദുഷ്കരമായ യാത്രയാണ്. അവിടേക്ക് കുതിരയോ മറ്റ് മാധ്യമങ്ങളോ നടന്നു തന്നെ പോകണം. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. 2ാമത്തെ നല്ല ട്രക്കിംഗ് പരിചയമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. 2ാമത്തെ ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അത്ര ഉയരമില്ലെങ്കിൽ പോലും 5 ദിവസം എടുക്കുന്ന യാത്രയാണ്. ആ യാത്രയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഒരു പർവ്വത ആരോഹണത്തിനിടയ്ക്ക് ആഗ്രഹിക്കാത്തത്, മഴ, മഞ്ഞ്, ചളി, വഴുക്കല്, തണുപ്പ്, ഇതെല്ലാം നമുക്ക് സുലഭമായ രീതിയിൽ സുലഭമായി കിട്ടില്ല. അപ്പോൾ അതിൽ 31 മലയാണ് നമ്മൾ കയറിക്കൊണ്ടത്. 31 മല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഹനുമാന്റെ വാലുമ്മേ നൂല് തുണി ചുറ്റിക്കൊണ്ടിരിക്കുന്നവർ തുണി കഴിയും തോറും വാല് വലുതായി പോകുന്ന പോലെ ഒരു അവസ്ഥയാണ് നമുക്ക് ആ മല കയറി പോകുമ്പോൾ. ഓരോ മലയുടെ മുകളിലും മേഘം കാണുമ്പോൾ നമ്മൾ ഇരിക്കാവും ഇത് അവസാനത്തെ മലയായിരിക്കും. പക്ഷെ ആ മേഘത്തിനപ്പുറത്തൊരു മല നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഞാനെന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ തച്ചുടയ്ക്കുന്നതാണ്. ഞങ്ങൾ 3 കൈലാസം പോയിട്ടുള്ള 3 പേര് ഒരു ടീമിനെ നയിച്ചുകൊണ്ടാണ് അവിടെ പോകുന്നത്. ഈ 3 പേരും 35 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഒരു ദിവസം ട്രക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ താഴത്ത് നമ്മൾ സിംഗാർഡ് എന്ന് പറയുന്ന ബേസ് ക്യാമ്പിൽ പോയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ 21 കിലോമീറ്റർ അപ്പുറത്തുള്ള 24 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം. 3ാമത്തെ ക്യാമ്പിൽ നിന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നുള്ള അഹങ്കാരത്തോടുകൂടി സംസാരിച്ചവരാണ്. 8 കിലോമീറ്റർ അപ്പുറത്ത് ദാച്ചുരു ക്യാമ്പിലേക്ക് എത്താൻ പറ്റില്ല 13 മണിക്കൂർ കയറിയിട്ട്. അതാണ് സത്യാവസ്ഥ. നമ്മൾ പറഞ്ഞ ദാച്ചുരു, ഭീംദ്വാർ, ഭീംതലായ്, ഭീംദ്വാർ, നമുക്കിന്ന് ഭീംദ്വാറിൽ സ്റ്റേ ചെയ്യാൻ 24 മണിക്കൂർ കയറി എന്ന് പറഞ്ഞ ആൾക്കാർ അഹങ്കാരം ഉണ്ട് കുറച്ചുള്ളിൽ. കാരണം വലിയ കൈലാസം കഴിഞ്ഞു വരുന്ന പറയുമ്പോൾ അത് ബടാ കൈലാസം, ഇത് ചോട്ടാ കൈലാസമാണ്. 8 കിലോമീറ്റർ 13 മണിക്കൂർ കയറിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റാതെ ഒരു ടെന്റ് എടുത്ത് അവിടെ കൂടി. 7 കിലോമീറ്റർ എത്തിയുള്ളൂ നമ്മളന്ന്. അതാണ് അവിടുത്തെ ദണ്ഡിദ്വാർ എന്ന് പറയുന്ന കയറ്റമാണ്. കയറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമസ്ത നാടികളെയും തളർത്തുന്ന തരത്തിലുള്ള കയറ്റമാണ്. പിന്നെ മഞ്ഞ്, മഴ, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ മൂർത്തി എന്ന് പറയുന്ന ചെറിയൊരു മൂർത്തിയായിരുന്നു. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവരവിടെ എത്തിയിട്ട് ക്ഷേത്രം പണിയാൻ ഭീമൻ തുടങ്ങിയിട്ട് കൊത്തുപണികളുടെ തൂണുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ തൂണുകൾ അവിടെ മറികടന്നിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പോകുന്ന വഴിയിൽ അവിടെ കൊണ്ടിട്ടുണ്ട് തൂണുകൾ, വലിയ തൂണുകൾ ഭീമൻ കൊണ്ടിട്ടാണ് അത്ര കൊത്തുപണികളുള്ള തൂണുകളാണ്. ഇത് കഴിഞ്ഞ് നമ്മളവിടേക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ബാഗ് എടുത്ത് നമുക്ക് അവിടെ കയറി എത്താൻ പാടാണ്. അവിടേക്കാണ് ഇത്രയും പറഞ്ഞ കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രി ആയതുകൊണ്ട് പുള്ളി ക്ഷേത്രം പണിയാതെ തിരിച്ചു പോയിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും ഈ ചെറിയ ശിവലിംഗം എന്ന് പറയുന്നത് 80ഓളം അടി ഉയരത്തിലേക്ക് വളർന്ന് വലുതായി എന്നുള്ളതാണ്. അപ്പോൾ യുധിഷ്ഠിരൻ അവിടുത്തെ ആൾക്കാരെ വിളിച്ച്, മുനിമാരെ വിളിച്ച് വെച്ചപ്പോൾ അവരൊന്നും ഈ മൂർത്തിയുടെ ചൈതന്യം നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിനകത്ത് ഒതുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ പൂജ ചെയ്ത് പോയി എന്ന് പറയുന്നത്. ഭസ്മാസുരന് വരം കൊടുത്തുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടോ ഇപ്പോൾ? ഇല്ല, ഇവിടെയൊക്കെ 2 ശിവലിംഗങ്ങളാണ്. ഇവിടെ നമ്മൾ തന്നെയാണ് പൂജിക്കുന്നത്.
ഓ അതായത് ഈ സാധാരണ നമ്മുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൗത്ത് ഇന്ത്യൻ നോർത്തിൽ പോകുന്ന ആൾക്കാർ പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങൾ പോലെയല്ല, അവിടെ എല്ലാവരും പോയി പൂജിക്കും, എല്ലാവരും വിഗ്രഹത്തെ പൂജാരി ഇല്ല, അതൊരു സുഖമില്ല എന്ന് പറയുന്ന രീതിയുണ്ട്. അത് അതിനെ പറ്റിയുള്ള അറിവുകളാണ്. കാരണം ഇത് സിദ്ധഭൂമികളാണ്. പ്രളയം, മനുവിന്റെ കാലത്തെ പ്രളയത്തിൽ മൂടിപ്പോയ ഭൂമികളാണ് നാഗഭൂമികൾ എന്നറിയപ്പെടുന്നത്. നാഗഭൂമിയിൽ ദൈവചൈതന്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും അതേ രീതിയിലുള്ള ക്ഷേത്ര സമുച്ചയം ഉണ്ടാവണം, കൃത്യമായ പൂജാവിധികൾ ഉണ്ടായിരിക്കണം, പ്രാണപ്രതിഷ്ഠ കൊടുത്തുകൊണ്ട് ആ പ്രാണത്തിന് ആ പ്രതിഷ്ഠയുടെ പ്രാണം നിലനിർത്താവുന്ന രീതിയിലുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ ദൈവചൈതന്യം നഷ്ടപ്പെടും നമ്മൾ തൊടുകയാണെങ്കിൽ. മറിച്ച് സിദ്ധഭൂമിയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല. അവിടെ ആർക്കും മനോകാമനകൾ മന്ത്രമാകുന്ന ഭൂമിയാണ് സിദ്ധഭൂമി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനകളും മതി, ഇത്രയും മന്ത്രത്തിന്റെ ആവശ്യം വരില്ല. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് വിഗ്രഹത്തെ തൊടാം. ഇപ്പോൾ കേദാർനാഥിൽ പോയാൽ നമുക്ക് വിഗ്രഹത്തെ തൊടാം, നമുക്ക് സ്വയം അഭിഷേകം ചെയ്യാം, നമുക്ക് തന്നെ അഭിഷേകം ചെയ്യാം, നമുക്ക് തന്നെ. ഇവിടെ ഗോകർണത്ത് പോയാൽ ഒരു ഹോളാണല്ലോ, നമുക്ക് അതിലേക്ക് കൈയിട്ട് വിഗ്രഹത്തിൽ തൊട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യെസ്. അപ്പൊ ഇത് ചൈതന്യം പോവാത്ത സ്ഥലങ്ങളിൽ, ചൈതന്യം പോവാത്ത സ്ഥലങ്ങൾ ചില പ്രത്യേക കേസുകളിലുള്ളൂ. നാഗഭൂമിയിൽ പൊതുവിൽ ചൈതന്യം പോകുന്നതാണ് പറയാ, നമുക്ക് തൊട്ട് തൊഴാൻ പറ്റും. അപ്പൊ അവിടേക്ക് നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ പ്രത്യേകമായിട്ട് കൂവളത്തിന്റെ ഇലയാണ് കൊണ്ടുപോകുക. കൂവളത്തിന്റെ ഇലയിലാണ് നമ്മളവിടെ ശിവലിംഗത്തിനിട്ട് പൂജിക്കുക. നമ്മൾ പൂജിച്ച് പോരുകയാണ് ചെയ്യുക സാധാരണ. ഇപ്പൊ ഈ മാനസരോവർ കൈലാസത്തിലും ഒരു അമ്പലങ്ങളില്ലല്ലോ. നമ്മൾ പറഞ്ഞ കൈലാസത്തിന് മുമ്പിൽ അമ്പലം ഉണ്ടെന്ന് ഒരിക്കലും അമ്പലമില്ല. അവിടെ അതീവ ചൈതന്യമുള്ളൊരു പർവ്വതം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ 4 കൈലാസവും പറഞ്ഞുള്ളൂ. ഇനി ആദ്യ കൈലാസമാണ്. ആദ്യ കൈലാസം ഉത്തരാഖണ്ഡിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതും യാത്രാമധ്യേ ശിവൻ വിശ്രമിച്ച സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. അതായത് കൈലാസം എന്ന് ഭഗവാൻ വിശ്രമിച്ച സ്ഥലങ്ങളെല്ലാം കൈലാസം തന്നെയാണ്. അദ്ദേഹം താമസിച്ച സ്ഥലങ്ങളല്ല, വന്നുപോയതല്ല, താമസിച്ച പർവ്വതങ്ങളല്ല, എല്ലാം. അപ്പോൾ ആദ്യ കൈലാസം നമ്മൾ കുറേ നാൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കൈലാസം പോലെ തന്നെയാണ് ആദ്യ കൈലാസം കണ്ടു കഴിഞ്ഞാൽ. അവിടെ മാത്രം നമുക്ക് പരിക്രമണത്തിന് വകുപ്പില്ല. കാരണം നമുക്ക് മുമ്പിൽ പോയി തൊഴുതു പോരാനെ പറ്റും. പരിക്രമണം ചെയ്യാനുള്ള റൂട്ട് അതിനകത്തില്ല. ഈ ശ്രീകണ്ഠിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടി പിന്നെ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത് സാധാരണക്കാർക്ക് പ്രാപ്തിയല്ല. ഇപ്പൊ നമ്മൾ ഈ ശിവക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശിവലിംഗമാണല്ലോ ആരാധന, പക്ഷെ ചിലയിടത്തൊക്കെ ജ്യോതിർലിംഗം എന്ന് പറയും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് പലർക്കും അറിയില്ല. അതായത് 12 ജ്യോതിർലിംഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് എന്താണ് ജ്യോതിർലിംഗം? ജ്യോതിർലിംഗം എന്ന് പറയുന്ന സങ്കല്പം ആദ്യം വരുന്നത് ഇപ്പോൾ പ്രപഞ്ചോൽപത്തിയെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം ഒരു ജലനിരപ്പിൽ നിന്നൊരു താമര പുറത്തു വന്നു. ആ താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു. ബ്രഹ്മാവ് ആ താമരയുടെ പുറത്തേക്ക് ഇറങ്ങി വള്ളി വഴി താഴ്ത്തു വന്നപ്പോൾ ഈ വള്ളി പുറപ്പെട്ടിരിക്കുന്നത് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് കണ്ടത്. അപ്പൊ അതിൽ ആരാണ് മൂത്തത്, ആരാണ് ശക്തൻ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ തർക്കമായി. ആ തർക്കം നടക്കുന്ന സമയത്ത് അവരെ മധ്യത്തിൽ ഒരു പ്രകാശ സ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ആ പ്രകാശ സ്തംഭം അവരോട് കണ്ടപ്പോൾ ഇവർ പറഞ്ഞു നോക്കിയപ്പോൾ മുകളിലും അടിയിലേക്കും നോക്കിയിട്ട് നോട്ടെത്തുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്ന ആരാണ് നമ്മളിൽ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് ഒരു അരയന്ന രൂപത്തിൽ വിഷ്ണു ബ്രഹ്മാവ് മുകളിലേക്കും ഒരു വരാഹ രൂപത്തിൽ വിഷ്ണു താഴത്തേക്കും പോയി എന്നാണ് പറയുന്നത്. യുഗങ്ങളോളം സഞ്ചരിച്ച് ഇവർക്ക് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനടുത്തേക്ക് ഒരു കൈതപ്പൂവിൻ്റെ ഒരു ഇതൾ വന്നു കൈതപ്പൂ വരുന്ന കണ്ടു മുകളിൽ നിന്ന്. ആ ബ്രഹ്മാവ് ഈ കൈതപ്പൂവിനെടുത്ത് ചോദിച്ചു, നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ നിന്നാണ്, ഞാൻ യുഗങ്ങളായി പുറപ്പെട്ടിട്ട് എന്ന് പറയാം. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, താഴത്ത് വിഷ്ണു പോയിട്ടുണ്ട്, അപ്പോൾ നീ ഒരു കാര്യം നീ എനിക്ക് വേണ്ടി ഒരു കള്ളസാക്ഷി പറയും, ഞാൻ എൻ്റെ മുകളിലെത്തി നിന്നെ അവിടുന്ന് എടുത്താന്ന് ഒരു കള്ളസാക്ഷി പറയും, ഞാൻ നിനക്ക് വേണ്ടൊക്കെ ചെയ്തരാന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് വന്നു. അങ്ങനെ ഈ കള്ളസാക്ഷി പറഞ്ഞ് വിഷ്ണു അംഗീകരിച്ചു, ബ്രഹ്മാവ് തന്നെ ശ്രേഷ്ഠൻ എന്ന് പറയുന്ന സമയത്ത് ഈ പ്രകാശരൂപം ചുരുങ്ങി ശിവന്റെ രൂപം പൂണ്ട് ബ്രഹ്മാവിന്റെ ശിരസ് പിഴുതെടുത്ത് ശിക്ഷിച്ചു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ വിരലുകൊണ്ട് അത് പിഴുതെടുത്തുകൊണ്ടാണ് ഈ വിരലുകൊണ്ട് നമ്മൾ ജപിക്കാത്തത്, ചൂണ്ടുവിരലുകൊണ്ട്. ഇനി ആ നുള്ളിയെടുത്ത കൈ അതിൽ ഒട്ടിപ്പിടിച്ചതാണ് 12 വർഷക്കാലം. അതാണ് അഘോരികളുടെ കഥ. നമുക്ക് പിന്നൊരു അവസരത്തിൽ പറയാം എങ്ങനെയാണ് അഘോര വ്രതം വരുന്നത്, അഘോരികളുടെ വ്രതം വരുന്നത് എന്നുള്ളത്. ഈ തലയോട്ടിയിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ തലയോട്ടി കയ്യിൽ പിടിച്ചത്. അതാണ് ബദ്രീനാഥിന്റെ അടുത്ത് പോയിട്ട് പുള്ളി ബ്രഹ്മകപാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രാദ്ധം ചെയ്ത് കളഞ്ഞത്. അപ്പൊ ഈ ജ്യോതി രൂപത്തിൽ വന്ന് ചുരുങ്ങി ശിവനായി പണിഷ്മെന്റ് ചെയ്ത് ബ്രഹ്മാവിന് ആരാധന ഉണ്ടാവില്ല, എന്ന് പറഞ്ഞ രീതിയിൽ വന്നിരിക്കുന്ന ഒരു ജ്യോതിർലിംഗം, ഒരു പ്രകാശ രൂപത്തിൽ ശിവൻ പ്രത്യക്ഷമായ സ്ഥലങ്ങളെയാണ് ജ്യോതിർലിംഗം എന്ന് പറയുന്നത്. സ്വയംഭൂ എന്ന് പറയുന്നതും ജ്യോതിർലിംഗം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇതെവിടെയൊക്കെയാണ് ഈ ജ്യോതിർലിംഗങ്ങളുള്ളത്? 12ഓളം ജ്യോതിർലിംഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഏറ്റവും അടുത്ത് എന്ന് പറയുന്നത് രാമേശ്വരം ഒരു ജ്യോതിർലിംഗമാണ്, കേദാർനാഥ് ഒരു ജ്യോതിർലിംഗമാണ്. മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ 3 ജ്യോതിർലിംഗങ്ങൾ, അതായത് കൃഷ്ണേശ്വർ, ഭീമാശങ്കർ, ത്രംബകേശ്വർ, 3 ജ്യോതിർലിംഗം. അപ്പോൾ ഗുജറാത്തിൽ വരുന്നത് നാഗേശ്വരാണ്. നാഗേശ്വരം സോമനാഥ് ജ്യോതിർലിംഗം വരുന്നുണ്ട്. മധ്യപ്രദേശിൽ വരുമ്പോൾ ഓംകാരേശ്വരം, ഉജ്ജയിനും വരുന്നുണ്ട്. മഹാകാലേശ്വരം വരുന്നുണ്ട്. പിന്നെ കേദാർനാഥ് ഒരു ജ്യോതിർലിംഗമാണ്. പിന്നെ ശ്രീശൈലം വരുന്നുണ്ട് നമ്മുടെ ആന്ധ്രാപ്രദേശിൽ. ഛത്തീസ്ഗഡിൽ വരുന്ന നാഗേശ്വരം വരുന്നുണ്ട്. അപ്പം അങ്ങനെ
12 ജ്യോതിർലിംഗങ്ങളാണ് വരുന്നത്. ഈ 12 സ്ഥലത്തും ഇതിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് 12 കഥകളുണ്ട്. ഈ 12 കഥകളിലും ഈ ഓരോ പ്രദേശങ്ങളിലും ശിവൻ പ്രത്യക്ഷമായ സമയത്ത് ഉജ്ജ്വലമായ പ്രകാശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ജ്യോതിർലിംഗം എന്നറിയപ്പെടുന്നത്. ഇനി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പം നമ്മൾ പഞ്ചകൈലാസങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജ്യോതിർലിംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി പലരും പറയുന്ന നിങ്ങൾ ഭൂമിക്കടിയിലെല്ലാം ലിംഗം തപ്പുന്നവരാണ്, അതെന്തോ മോശപ്പെട്ട കാര്യമാണ്. ഈ ശിവലിംഗം എന്ന് പറയുന്ന സങ്കല്പം എന്താ? നമ്മുടെ ഹിന്ദു സനാതന വിശ്വാസികളായ ആളുകൾക്ക് പോലും അറിയില്ല. ഒരുപാട് തവണ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ആളുകൾക്ക് അറിയില്ല. സ്ത്രീലിംഗം എന്ന് നമ്മുടെ ഭാഷയിൽ പ്രയോഗം. സ്ത്രീലിംഗം എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീലിംഗവും പുല്ലിംഗവും. പുല്ലിംഗമുണ്ട്. അത് സ്ത്രീലിംഗം എന്ന് പറയുന്നത് എന്താണ്? അത് ലിംഗത്തെ, നമ്മളെ ഉദ്ദേശിക്കുന്ന ലിംഗം എന്ന് പറയുന്നതിന് 2 അർത്ഥങ്ങളുണ്ടല്ലോ. ജനനേന്ദ്രിയത്തെ മാത്രമാണ് എവിടെ സ്ത്രീകൾക്ക് ജനനേന്ദ്രിയം എന്നുള്ള രീതിയിൽ ലിംഗം അല്ലല്ലോ. പിന്നെന്താ സ്ത്രീലിംഗം എന്ന് പറയുന്നത്? പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ്. പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇപ്പൊ ശിവനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശിവലിംഗം. അല്ലാതെ അത് ശിവന്റെ ലിംഗമാണ് അല്ലെങ്കിൽ ജനേന്ദ്രിയമാണെന്നുള്ള രീതിയിൽ പലരും ആ രീതിയിലാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പൊ ഈ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഈ രൂപത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളൊരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ പവർ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപമാണ് ശിവലിംഗത്തിന്റെ രൂപം. ഇനി മാത്രമല്ല മറ്റൊരു കൗതുകരമായ കാര്യം, അതിനപ്പോൾ എത്രമാത്രം സയന്റിഫിക്, ഞാനിപ്പോൾ അങ്ങനെ സയന്റിഫിക് പ്രൂഫിന്റെ പിന്നാലെ പോകുന്ന കാലം കാര്യമില്ല, അത് വിട്ടു. സാധാരണ നമ്മൾ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പണിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലെഡ് പതിക്കും എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ലെഡിന് ഈ വികിരണത്തിന് ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് തുല്യമായ കഴിവ് പ്രകൃതിയിലുള്ള ഒരു സംഭവമാണ് ഈ കൂവളത്തിന്റെ എല്ലാം ബേൽപത്ര എന്ന് പറയുന്നത്. ഈ ബേൽപത്ര ഇട്ടിട്ടാണ് എല്ലാ വിഗ്രഹങ്ങളും മൂടിയിരുന്നത്. അപ്പോൾ ഒരു കാലത്ത് റേഡിയേഷൻ ഉണ്ടായിരുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കൊണ്ടായിരുന്നിരിക്കണം ശിവലിംഗം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ സോമനാഥനെ പറ്റിയുള്ള ചരിത്രം വായിക്കുമ്പോൾ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു വിഗ്രഹമായിരുന്നു പറയും. ഭൂമിയിലും ആകാശത്തും ഇല്ലാതെ നടുക്ക് നിന്നിരുന്ന ഒരു വിഗ്രഹമായിരുന്നു എന്ന് പറയുന്നു, നിലം തൊടാതെ. മാത്രമല്ല പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്വർണം കൊണ്ടാണ് ആ ക്ഷേത്രം ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രമാത്രം സ്വർണ്ണം ഒന്നും ഇവിടെ കുഴിച്ചെടുത്തതിന്റെ രേഖകളൊന്നും നമുക്ക് ഇവിടെ കാണാനില്ല. അത്രയ്ക്കുള്ള ഡെപ്പോസിറ്റ് ഇവിടെ ഇല്ലതാണ്. അപ്പോൾ അന്ന് ഇത്രയ്ക്കും ടെക്നോളജിയും വളർന്നില്ലേ, സ്വർണ്ണം ഒഴിച്ച് ഇത്രയും വലിയ വലിയ കൊട്ടാരങ്ങളോ കവാടങ്ങളോ ഉണ്ടാക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വല്ല റേഡിയേഷൻ കൊണ്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഉപോത്ബലകമായിട്ട് പറയാവുന്നത്, ഇതൊന്നും ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല, ശിവന്റെ ധാരയെ മുറിച്ച് കിടക്കരുതെന്ന് പറയും. അപ്പം ശിവനെ അഭിഷേകം ചെയ്യുന്ന വെള്ളത്തിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം കൊണ്ടാണ് ശിവലിംഗം ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലും ആ റേഡിയോ ആക്റ്റീവ് ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം മറിഞ്ഞ് കിടക്കരുതെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബേൽപത്ര ഇട്ട് തണുപ്പിച്ചു എന്ന് പറയുന്നത്? തണുപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഗ്രാമ്യമായ ഭാഷകളാണ്. അത് ചിലപ്പോൾ ഈ രീതിയിലായിക്കൂടെ. ഏറ്റവും കൂടുതൽ പവറുള്ള വസ്തുക്കളെയാണ് ശിവന്റെ പ്രതിരൂപമായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ശിവലിംഗം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ലിംഗരൂപത്തിലാണ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല, അത് പലപ്പോഴും ശിവനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ശിവലിംഗം എന്നുള്ളത്. എനർജിയുടെ സെന്ററാണ് ശിവൻ എന്ന് പറയുന്നത്. ഒരു പ്രതിഭാസമാണ്, ഒരു അടക്കാനാവാത്ത എനർജിയാണ് പ്രതിഭാസം. ഞാൻ പണ്ടും പലരോടും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ശിവൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീലുകളിൽ കാണുന്ന പോലെ അതിസുന്ദരനായ നീല നിറത്തിലുള്ള തൊലിയും മനോഹരമായ മുഖവും പൗരുഷവും നല്ല മസ്കുലിൻ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് ശിവൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം നിങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരു അന്വേഷകനായി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആത്മാന്വേഷണം ആരംഭിക്കുന്ന സമയത്താണ് നിങ്ങളിലേക്ക് ശിവൻ ആരംഭിക്കുന്നത്. അപ്പം ജ്ഞാനത്തിലേക്ക് അജ്ഞതയെ സംഹരിക്കുന്നവനാണ് ശിവൻ. അല്ലാതെ നമ്മൾ ഈ സാധാരണ പറയുന്ന പോലെ ഇതെല്ലാം മരണത്തെ കൊണ്ടുവരുന്ന ആ രീതിയിലല്ല. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞതേനെ, മായേനെ, അതിനെ സംഹരിക്കുമ്പോഴാണ് ശിവൻ. ആ ശിവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആത്മാന്വേഷകനായി മാറുന്നു. നമ്മൾ ബ്രഹ്മത്തെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ് ശിവൻ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ശിവനെ പ്രതിദാനം ചെയ്യുന്ന ശിവലിംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള രൂപം കൊടുത്തിട്ടുള്ളതും അതിനെ ആ രീതിയിൽ പൂജിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം, ഒരു വിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവസാനിച്ചു പോകുന്ന സ്ഥലമാണ് ശിവൻ. ഇപ്പൊ ശിവന്റെ ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്നത്. അത് അതിന്റെ കഥ വേറെയാണെങ്കിൽ അഘോരികൾ മുതൽ സാധുകൾ വരെ, സസ്യഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന സാധുക്കൾ വരെ വരുന്ന ഒരു വലിയ വിഭാഗത്തെ ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അടിയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അത് തന്നെയാണ് തെളിവ് എന്ന് പറയുന്നത്. കൃത്യമായ നിയതമായ ചക്രങ്ങളിൽ കൂടി അല്ല ശിവനെ തേടേണ്ടത്. ശിവൻ നിങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മ സാക്ഷാത്കാരത്തിന്റെ വഴി ആരംഭിക്കും. ഏതായാലും ശിവനിലേക്കുള്ള യാത്ര അത്ര നിസ്സാരമല്ല, എളുപ്പവുമല്ല. ആ യാത്ര നടത്തി പഞ്ചകൈലാസങ്ങളെ കണ്ടുവന്ന് വീണ്ടും 13 തവണ അല്ലേ, എത്ര തവണ പോകണം കൈലാസം? 13 തവണ കൈലാസത്തെ ചുറ്റണം, അതിനുശേഷം അകത്ത് പോവാം. അതെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ.
തീരുമാനമല്ല, ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുണ്ട്, എന്റെ ആഗ്രഹമുണ്ട്. തീരുമാനത്തിൽ നിൽക്കുന്ന ആഗ്രഹം കാര്യം അത് ഭഗവാൻ തീരുമാനിക്കും, അതാണ് അവിടെ തീരുമാനിക്കും. ഏതായാലും ആ ആഗ്രഹം സഫലീകരിക്കട്ടെ. പക്ഷേ അങ്ങേ ഇനിയും നമ്മുടെ ഫ്ലോറിൽ വേണം. ഒരുപാട് കാര്യങ്ങൾ നമുക്കിനി സംസാരിക്കാനുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും പുതിയ അറിവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദുമതത്തോട് താല്പര്യമുള്ള ആളുകൾ, ഹിന്ദു മിത്തോളജിയിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പുതിയ വിവരങ്ങൾ തുറന്നു വെക്കുന്ന ഒരു ജാലകം നമ്മൾ തുറന്നിരിക്കുകയാണ്. ഈ ജാലകം നമ്മൾ അടയ്ക്കുന്നില്ല, വീണ്ടും വീണ്ടും നമ്മൾ തുറക്കും. ഇദ്ദേഹം നമ്മുടെ അതിഥിയായി വരും ദിവസങ്ങളിലും ഉണ്ടാവും. ഒരു ചെറിയ ഇടവേള ഉണ്ടാവും, എന്നാലും അധികം വൈകാതെ ഈ എപ്പിസോഡുകളുടെ ബാക്കി ഉണ്ടാവും. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.